നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ പരസ്യങ്ങൾ സംബന്ധിച്ച് മെറ്റയ്ക്ക് യൂറോപ്യൻ യൂണിയന്റെ നോട്ടീസ്. വരുന്ന ജൂണിൽ നടക്കാനിരുന്ന യൂറോപ്യൻ തെരഞ്ഞെടുപ്പിന് മുന്നോടിയാണ് നടപടി. മെറ്റയുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമുകളിൽ രാഷ്ട്രീയ പരസ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് യൂറോപ്യൻ യൂണിയന്റെ എക്സിക്യൂട്ടീവ് വിഭാഗമായ യൂറോപ്യൻ കമ്മീഷന്റെ ഇടപെടൽ. യൂറോപ്യൻ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന തരത്തിൽ പൊതുജനാഭിപ്രായം രൂപീകരിക്കാനും ജനാധിപത്യത്തെ ദുർബലപ്പെടുത്താനും റഷ്യൻ ശ്രമങ്ങൾ നടക്കുന്നു എന്ന ആക്ഷേപം നിലനിൽക്കെയാണ് നോട്ടീസ്. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് എന്നിവയുടെ അപര്യാപ്തതകൾ മുതലെടുക്കുന്നത് തടയാൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് പരസ്യങ്ങളുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ മെറ്റ നിരീക്ഷണം അപര്യാപ്തമാണെന്ന സംശയം ഉയർത്തിക്കാട്ടിയാണ് കമ്മീഷൻ ഇടപെടൽ. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് എന്നിവയുടെ അപര്യാപ്തതകൾ മുതലെടുക്കുന്നത് തടയാൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കാനാണ് അന്വേഷണം ആവശ്യപ്പെട്ടതെന്ന് EU ഇന്റേണൽ മാർക്കറ്റ് കമ്മീഷണർ തിയറി ബ്രിട്ടൺ ചൂണ്ടിക്കാട്ടുന്നു. രാഷ്ട്രീയ പരസ്യങ്ങളിൽ മെറ്റയുടെ നിരീക്ഷണം അപര്യാപ്തമാണെന്നും നടപടികൾ സുതാര്യമല്ലെന്നുമാണ് വിലയിരുത്തലെന്ന് യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് മാർഗ്രറ്റ് വെസ്റ്റേജർ പറഞ്ഞു. ജൂൺ 6 മുതൽ 9 വരെ നടക്കാനിരുന്ന യൂറോപ്യൻ തെരഞ്ഞെടുപ്പുകൾ നിരീക്ഷിക്കാൻ മെറ്റയ്ക്ക് ഒരു ഫലപ്രദമായ സംവിധാനമില്ല. ഓൺലൈനിലെ വിവരങ്ങൾ നിരീക്ഷിക്കുന്ന ഡിജിറ്റൽ ടൂളായ ക്രൗഡ് ടാങ്കിൾ പിൻവലിച്ചതുൾപ്പെടെ ഇതിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ക്രൗഡ് ടാങ്കിൾ പിൻവലിച്ച സാഹചര്യത്തിൽ ഉയരുന്ന പ്രതികൂല സാഹചര്യങ്ങൾ മറികടക്കാൻ സ്വീകരിച്ച നടപടികൾ 5 ദിവസത്തിനകം വിശദീകരിക്കണമെന്നും യൂറോപ്യൻ കമ്മീഷൻ ആവശ്യപ്പെടുന്നു. എന്നാൽ പ്ലാറ്റ്ഫോമിലെ ആക്രമണ സാധ്യതകൾ തിരിച്ചറിയുന്നതിനും ലഘൂകരിക്കുന്നതിനുമുള്ള ഒരു സുസ്ഥിരമായ സാങ്കേതിക വിദ്യ ഉണ്ടെന്നും മെറ്റ അവകാശപ്പെട്ടു. യൂറോപ്യൻ യൂണിയന്റെ പുതിയ ഡിജിറ്റൽ സേവന നിയമപ്രകാരമാണ് മെറ്റയ്ക്കെതിരായ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഓൺലൈനിലെ നിയമവിരുദ്ധമായ ഉള്ളടക്കങ്ങൾ തടയുന്നതിനും ഉപയോക്താക്കളുടെ സ്വകാര്യതയുൾപ്പെടെ സംരക്ഷിക്കാനും ടെക് കമ്പനികളെ നിർബന്ധിക്കുന്നതാണ് ഈ നിയമം. ഫേസ്ബുക്കിനും ഇൻസ്റ്റഗ്രാമിനുമായി ഏകദേശം 45 കോടിയിലധികം ഉപയോക്താക്കൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലുണ്ടെന്നാണ് വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ അന്വേഷണം പ്രതികൂലമായാൽ മെറ്റയുടെ ആഗോള വിറ്റുവരവിന്റെ 6% വരെ പിഴയൊടുക്കേണ്ട സാഹചര്യമുണ്ടാകും. കണ്ടെത്തലുകൾ ഗുരുതരമാണെങ്കിൽ നിരോധനം പോലും നേരിടേണ്ടി വന്നേക്കും. മെറ്റയ്ക്ക് പുറമെ ആമസോൺ, സ്നാപ്ചാറ്റ്, ടിക്ടോക്ക്, യൂട്യൂബ് എന്നിവയും യൂറോപ്യൻ യൂണിയന്റെ പുതിയ ഡിജിറ്റൽ നിയമത്തിന് കീഴിൽ വരുന്നവയാണ്.